ഈ ഗ്രൂപ്പിലേക്ക് പോകാൻ തോന്നുന്നു. അത് കരുത്തരായ ജർമ്മനിയുടെ ഗ്രൂപ്പാണ്. ജർമ്മനി, ക്യുറസാവോ, ഐവറി കോസ്റ്റ്, ഇക്വഡോർ ടീമുകളാണ്. എങ്ങനെയാണ് അതെന്നൊരു സാധ്യത ഫൈസൽ കാണുന്നത്? ജർമ്മനി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ടീമിനെ ടോപ്പ് ഫേവറേറ്റ് ആയിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല. ഈ ജർമ്മൻ ഫുട്ബോൾ എല്ലാ കാലത്തും ഒരു പക്ഷേ ടോപ്പ് ഫേവറേറ്റുകളിൽ കൂട്ടത്തിലാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. കാരണം അറ്റാക്കിങ്ങിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും എണ്ണം പറഞ്ഞ താരങ്ങൾ അവർക്കുണ്ട്. ഇപ്പം കെ ഹവർട്സും അതുപോലെ ലിറോയ് സാനയൊക്കെയുള്ള ഒരു മുന്നേറ്റ നിരയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജമാൽ മുസിയാലയുണ്ട്. അപ്പം ആ ടീം ഒരു പക്ഷേ നമുക്ക് കിമ്മിഷ് മിഡ്ഫീൽഡ് കിമ്മിഷ് ഉണ്ട്. ഒരു കിമ്മിഷ് ബോക്സ് ടു ബോക്സ് പ്ലെയറായിട്ട് പിന്നെ ഫിലിപ്പ് ലാമിന് ശേഷം ജർമ്മനിക്ക് കിട്ടിയ ഒരു പ്ലെയറാണ്. അത്രയും ശക്തമാണ് ജർമ്മനി. അവസാനമായിട്ട് വേൾഡ് കപ്പ് ഉയർത്തിയെന്നു. അതെ അതെ അതെ. പക്ഷേ ജർമ്മനിയുടെ ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ ജർമ്മനിയെ കണ്ടാണ് ഇതുപോലെയൊക്കെ ഒരു ശക്തമായ ടീമുമായി തന്നെയാണ് ജർമ്മനി വന്നത്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ജർമ്മനിയെ എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ടീം വെച്ച് ജർമ്മനി ഫൈനൽ കളിക്കാം, പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലും പുറത്താകാം എന്നുള്ളതാണ് ജർമ്മൻ ഫുട്ബോളിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ആ ഗ്രൂപ്പിൽ ജർമ്മനിക്കൊരു മേൽക്കൈമയുണ്ട്. പക്ഷേ ഐവറി കോസ്റ്റ് ആ ഗ്രൂപ്പിലെ ഉള്ള ഒരു ടീമാണ്. ഇപ്പോൾ ഇന്ന് ഫ്രാൻസിനെ അട്ടിമറിച്ച് നിൽക്കുന്ന ഒരു ടീമാണ് അത്. അപ്പോൾ നമുക്ക് പറയാം ഒരു സന്നാഹ മത്സരമാണ്, അതുകൊണ്ടാണ് ഫ്രാൻസ് തോറ്റുപോയത് എന്നൊക്കെ നമുക്ക് വാദത്തിന് പറയാം. പക്ഷേ ഫ്രാൻസിനെ പോലുള്ള ഒരു ടീമിനെ അട്ടിമറിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ മരുന്നുണ്ട് എന്നുള്ളത് തന്നെ മാത്രമല്ല ഇത് അവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ഒരു മത്സരം കൂടി അവർക്ക് ബാക്കിയുള്ളൂ. അതിനുശേഷം നേരെ കളിക്കാൻ പോകുന്ന വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിന് മുമ്പ് ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇറങ്ങാന്ന് പറയുന്നത് അതിഭീകരമായ കോൺഫിഡൻസ് കിട്ടും. ഫ്രാൻസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതെ അതെ. അവരെ ലോക റാങ്കിങ്ങിൽ അവർക്ക് 2 സ്ഥാനം നഷ്ടപ്പെട്ട് 3-ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ദിദിയ ദ്രോഗ്ബെ ഒന്നും ഇല്ലാത്ത ഐവറി കോസ്റ്റിനെ നമ്മളാരും ആ തരത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ആ ഗ്രൂപ്പിൽ ഐവറി കോസ്റ്റ് ഒരു വെല്ലുവിളിയാകും. അതായത് 2-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഞാനിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ ഇക്വഡോറിനെ നമ്മൾ മറന്നുകൂടാ. ലാറ്റിൻ അമേരിക്കയിൽ 2-ാം സ്ഥാനക്കാരായി വന്ന ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ ഡിഫൻസുള്ള ടീമാണ് ഇക്വഡോർ എന്നുള്ളതാണ്. എനർ വലൻസിയ അപ്പോഴും ടീമിനൊപ്പം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഗ്യത റൗണ്ടിൽ വെറും എനിക്ക് തോന്നുന്നത് അർജൻറ്റീന പോലും അവരെക്കാൾ കൂടുതൽ ഗോൾ വഴങ്ങിയിട്ടുണ്ട്. വെറും 5 ഗോൾ മാത്രമെങ്ങാണ്ടാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗോൾ അടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇക്വഡോറും ഐവറി കോസ്റ്റും തമ്മിലായിരിക്കും ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാർക്ക് തമ്മിലുള്ള മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ഐവറി കോസ്റ്റിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിടന്ന് വരാം. ഐവറി കോസ്റ്റ് വലിയൊരു പ്രതിഭാധാരാളിത്തമുള്ള ഒരുപക്ഷെ 2006 ലോകകപ്പിലൊക്കെ നമുക്ക് ജർമ്മൻ ലോകകപ്പിലാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ലോകകപ്പ് കാണുന്നതെന്നാണ് ഈ ജർമ്മൻ ലോകകപ്പ്. അപ്പോൾ അന്നൊക്കെ ദ്രോഗ്ബ എന്നുള്ള ഒരു ഫാക്ടറിൻ്റെ പുറത്ത് ഐവറി കോസ്റ്റിനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട ഒരു ഐവറി കോസ്റ്റ് പിന്നീട് അവർ ചിത്രത്തിൽ നിന്ന് വലിയൊരു പോരാട്ടങ്ങളൊന്നും ഇല്ലാതെ മാഞ്ഞു പോകുന്ന ഒരു ഐവറി കോസ്റ്റ്. പക്ഷേ പിന്നീട് 2023 അവർ എംഎസ്ഫ ആണ് ഇവരുടെ കോച്ച്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടമുയർത്തുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. 2023 അവർ ഈ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എടുക്കുന്നു. അത് എംഎസ്ഫ വന്ന് ആ ടീമിനെ മാറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ ആ ഒരു കരുത്തര ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കും എന്നുള്ളത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ലോകകപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഘട്ടത്തിലും അവരെ കുറച്ച് കാണാൻ പറ്റില്ല എന്നുണ്ട്. സ്ട്രോങ് ആണ് അവരുടെ മിഡ്ഫീൽഡ്. ഫഫാനെ അതേപോലെ കെസെ പോലുള്ള യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന മികച്ച പ്ലേയേഴ്സ് അവർക്ക് മിഡ്ഫീൽഡിൽ അമാദ് ദിയാലോ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യാൻഡി യോമൻഡ, അങ്ങനെ പിന്നെ എണ്ണം പറഞ്ഞ താരങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതും വലിയൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് അവർക്ക് 2023 ശേഷം പിന്നീട് അവർ നല്ല നിലയിൽ തന്നെയാണ് എന്നുള്ളത് കൂടി പറയാം. ജേഷ്, ആ ഗ്രൂപ്പിലെ ഈ കുറസാവോ ശരിക്കും അത്ഭുതം. ഈ ലോകകപ്പിലെ അത്ഭുതമാണ് നമ്മളൊക്കെ ആ ടീം എന്നുള്ളത്. അപ്പോൾ കുറസാവയുടെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നത് ആ ഒരു ടീം ലോകകപ്പിൽ അവർ പന്ത് തട്ടുന്ന നിമിഷം അതൊരു ചരിത്രമാണ്. പന്ത് തട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നഗരസഭയുടെ അത്ര ഇല്ല, മഞ്ചേരി നഗരസഭയിൽ ഏകദേശം 2 ലക്ഷം ആൾക്കാരുണ്ടാവും. ഇവിടെ 1.5 ലക്ഷം മാത്രമാണ് ജനസംഖ്യ ഉള്ളത്. അത് വലിയൊരു കൗതുകം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. ഏത് രീതിയിലാണ് ടീം മോൾഡ് ചെയ്തെടുക്കേണ്ടത്? ഇപ്പോൾ
നമ്മളൊക്കെ പറയുമ്പോൾ ജനസംഖ്യ ഒരിക്കലും ഒരു ടീമിന് യോഗ്യത നേടുന്നതിലും അല്ലാത്തതിലും ബാധകമല്ല എന്നറിയാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു സിസ്റ്റം കൊണ്ടുപോയി അതിനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കോടി ജനങ്ങളുണ്ടായിട്ടും നമ്മൾ എല്ലായ്പ്പോഴും അത് സ്വപ്നമായി കാണുന്നു. നമുക്ക് വൻകരയിലേക്കുള്ള പോരാട്ടത്തിന് പോലും യോഗ്യതയില്ലാതെ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ടീം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വന്ന് അവർ ലോകകപ്പ് കളിക്കാൻ പോകുന്നു. അവർ ഫൈസൽ പറഞ്ഞ പോലെ തന്നെ അവരുടെ കിക്ക് ഓഫ് മതി അവർക്ക്. അതിപ്പോൾ വിജയിക്കണം ആ ഗ്രൂപ്പിൽ നിന്ന് മുന്നേറണമെന്നുള്ള ഒന്നുമല്ല. അവർ ലോകകപ്പ് പന്ത് തട്ടുന്നതിന് വലിയ ചരിത്രം തന്നെയായിരിക്കും. അത് ജനസംഖ്യ അല്ല അതിന് മാനദണ്ഡം എന്നുള്ളത്. 150 കോടി ഉണ്ടാകുന്ന ഒരു രാജ്യമൊന്നുമല്ല. അതിനൊക്കെ അപ്പുറം അതിൽ നിന്ന് കടഞ്ഞെടുക്കാവുന്ന താരങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ക്യൂറോസോവ. ക്യൂറോസോവ നമുക്കറിയാം. അപ്പോൾ ഡച്ചിൻ്റെ കോളനി ആയിരുന്നു അവർ. ആ കോളനിയിൽ നിന്നുകൊണ്ടുള്ള സാധനങ്ങൾ അവിടെ നിന്നുള്ള, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫുട്ബോളിൻ്റെ ഒക്കെ രാജാര്യന്മാരാണ് ഡച്ച്. അതിൽ നിന്നുള്ള ഒരുപാട് പോസിബിലിറ്റി അവർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഡച്ചുകാരൻ തന്നെയായ ഡിക്ക് അഡ്വക്കേറ്റ്സ് ആണ് ഇപ്പോൾ അവരുടെ പരിശീലകൻ എന്ന് പറയുന്നത്. അദ്ദേഹം അറൗണ്ട് ഒരു 78 വയസ്സുണ്ടാവും. അതെ, നല്ല പ്രായമുണ്ട്. അദ്ദേഹം 30-ലേറെ പ്രൊഫഷണൽ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ക്യൂറോസോവനെ പരിശീലിപ്പിക്കുന്നു, അവർക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നു. തീർച്ചയായിട്ടും ക്യൂറോസോവ പന്ത് തട്ടുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ തന്നെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം തന്നെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജർമ്മനി ഇപ്പോൾ അതിഗംഭീരമായ ടീമാണ്. 4 ലോകകപ്പ് ജയിച്ച ടീമാണ്. പക്ഷേ പഴയ പ്രതാപം പെരുമയൊന്നും ജർമ്മനിക്കില്ല. ജർമ്മനി എത്ര കിട്ടിയാലും തിരിച്ചടിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻ ടാങ്ക് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വിശേഷിപ്പിക്കുന്ന പണ്ടുകാലം മുതലേ പത്രങ്ങളിൽ നമ്മൾ വായിച്ച് ശീലിച്ചൊരു പ്രയോഗമായിരുന്നു അത്. അപ്പോൾ അതിനും തക്ക പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളത്. അവർ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടപ്പോൾ കിരീടം നേടിയ ശേഷം പിന്നീട് അവർക്ക് കഴിഞ്ഞ 2 ലോകകപ്പിൽ അവർ ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്തായി എന്നുള്ള പ്രശ്നമുണ്ട്. 2014 ശേഷം പിന്നീട് അതെ നേഷൻസ് കപ്പിൽ ഫ്രാൻസിനോടും പോർച്ചുഗലിനോടും തോറ്റു. യോഗ്യതാ മത്സരത്തിൽ ആദ്യത്തെ മത്സരം പരാജയപ്പെട്ടുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നീട് 5 മത്സരം ജയിച്ചുകൊണ്ടാണ് അവർ യോഗ്യത നേടുന്നത്. അപ്പോൾ അത്തരത്തിൽ ജർമ്മനി ഒരു പഴയ ടീമിൻ്റെ ഒരു പവറൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇൻഡിവിജ്വലി ഇപ്പോൾ ഓരോ പൊസിഷൻ എടുത്തു നോക്കിയാലും അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. 40 കഴിഞ്ഞ് 41-കാരനായ മാനുവൽ നോയർ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉഗ്രം പ്ലേയേഴ്സ് ഇപ്പോൾ ലെറോസാൻ ആയിക്കോട്ടെ, അങ്ങനെ അത്തരത്തിൽ നല്ല ഗംഭീരമായ പ്ലേയേഴ്സ് ജർമ്മനിക്കുണ്ട്. ജർമ്മനി ഹാവർട്ട്സൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിച്ചിട്ടാണ്. അസാധ്യമായ പ്ലെയർ. ഈ ജർമ്മനി സ്ലോവാക്യ, ഇപ്പോൾ നേരത്തെ ജയശ്രം പറഞ്ഞ സ്ലോവാക്യയാണ് ആദ്യം അവരെ തോൽപ്പിക്കുന്നത്. യോഗ്യതാ മത്സരത്തിൽ ആദ്യ കളി 2-0 തോൽക്കുന്ന ഒരു മത്സരം. പക്ഷേ ജർമ്മനിയാണ് അത് തിരിച്ചടിക്കുന്നത് നമുക്കൊക്കെ ഉറപ്പായിരുന്നു. രണ്ടാമത്തെ മത്സരം സ്ലോവാക്യയുടെ വരുന്ന 6 ഗോള്, ഒരു ഗോളും പോലും പിന്നെ ഇങ്ങോട്ട് വരാത്ത രീതിയിൽ പ്രതിരോധിച്ച് 6 ഗോൾ അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന ഒരു ടീമിനെ കണ്ടു. അതായത് ആ ടീമിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവർക്കുള്ള പിന്നെ ജോഷുവ കിമ്മിച്ചിനെ പോലുള്ള ഒരു ക്യാപ്റ്റനും, ഫുട്ബോളിൽ ക്യാപ്റ്റന്മാർക്ക് എത്രത്തോളം റോൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ ക്രിക്കറ്റിനെ പോലെ നമ്മളെപ്പോഴും പറയാറില്ലെങ്കിലും ജോഷുവ കിമ്മിച്ച് എനിക്ക് തോന്നുന്നത് ഈ പാറ്റ് കമിൻസിനൊക്കെ പറയുന്ന പോലെ ക്രിക്കറ്റിൽ ആ രീതിയിൽ അവരെ ടീമിനെ സന്തുലിതമായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അവർ ഈ ഒരു പ്രാവശ്യം അത്ഭുതം കാണിച്ചേക്കും എന്നുള്ളൊരു കിമ്മിഷ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആ പ്രതിഭാസമാണ് ലോക ഫുട്ബോളിൽ. ഫിലിപ്പ് ലാമിനെയാണ് നമ്മളങ്ങ് കണ്ടിട്ടുള്ളത്. അതായത് ബോക്സ് ടു ബോക്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഒരേ സമയം ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്ലെയർ, സ്വന്തം ബോക്സിൽ നിന്ന് പന്തുമായി മുന്നേറാൻ കെൽപ്പുള്ള ഒരു പ്ലെയർ. അത് ഫിലിപ്പ് ലാമിന് ശേഷം കിമ്മിഷ് എന്നുള്ള സാധനത്തിലേക്ക് മറ്റൊരു പ്ലെയറെ നമുക്ക് അങ്ങനെ ഉദാഹരണം വെക്കാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ ഫൈസൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്വഡോർ, ആ പേര് പോലെ തന്നെ ആ ഡോറ് തുറക്കൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ 13 യോഗ്യതാ മത്സരങ്ങളിൽ അവർ ഒറ്റ ഗോൾ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയ പോസിറ്റീവാണ്. ഒപ്പം തന്നെ അറ്റാക്കിങ്ങിലേക്ക് നോക്കുമ്പോൾ നല്ല ടീമുണ്ട്. 4-3-3 അവർ കളിക്കാൻ പോകുന്നത്. ഇന്നർ വലൻസിയെ പോലെയുള്ള ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അവിടെയുണ്ട്. ഇക്വഡോറും വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിരോധം തന്നെയാണ് അവരുടെ പ്രധാനം. ഒരു ഗോൾ പോലും വഴങ്ങാതെ നിൽക്കുക എന്നുള്ളത്. അവർക്ക് PSG-യുടെയും അതുപോലെ ആസനിൻ്റെ വില്യം ബാച്ചോയെ പോലെയുള്ള താരങ്ങളൊക്കെ, PSG-യുടെ വില്യം ബാച്ചോയെ പോലെയുള്ള താരങ്ങളൊക്കെ അവർക്കുണ്ട്. അതായത് നല്ല താരങ്ങൾ, യൂറോപ്യൻ ലീഗുകൾ കളിക്കുന്ന വമ്പൻ താരങ്ങളൊക്കെ ഇക്വഡോറിനുണ്ട്. പക്ഷേ അവർ പ്രതിരോധമാണ് അവരുടെ മെയിൻ എന്നുള്ളതും മുന്നേറ്റം അവർക്ക് ഒരു തരത്തിലും അവർക്ക് മുന്നേറ്റത്തിനുള്ള പ്രശ്നം അവർക്കുണ്ട്. അതല്ല, അത് സക്സസ് ആണ്. അവരുടെ പ്രതിരോധം സക്സസ് ആണ് എന്ന് തെളിയിച്ചിട്ടാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്നും 2ാം സ്ഥാനക്കാരായി അവർ യോഗ്യത ഉറപ്പാക്കുന്നത്. ബ്രസീലൊക്കെ കാത്തിരുന്നു. ബ്രസീലും ഉറുഗ്വായും പരാഗയും അടക്കമുള്ള രാജ്യങ്ങൾ കാത്തിരുത്തിയിട്ടാണ് അവർ 2ാമതായി. സമയത്ത് 6ാമതൊക്കെയാണ് ബ്രസീൽ കിടക്കുന്നത്. സമയത്താണ് ഇക്വഡോർ കയറി വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ പ്രീ ക്വാർട്ടറിലേക്ക് റൗണ്ട് 32ലേക്ക് സ്വാഭാവികമായിട്ടും ജർമ്മനിയെ നമ്മൾ എണ്ണണം. പക്ഷേ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുപോയി. ഐവറി കോസ്റ്റും കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ അവർ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും 2ാം സ്ഥാനക്കാരായ ഐവറി കോസ്റ്റ് പിന്നീട് ഇക്വഡോർ വരും എന്നുള്ളതാണ് ഇതന്നെ ഞാൻ പറയുന്നത്. ജർമ്മനി ഐവറി കോസ്റ്റ് MSFയിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഐവറി കോസ്റ്റും കൂടി വരും. ജർമ്മനി ഐവറി കോസ്റ്റ് 3ാം സ്ഥാനക്കാരായി ജർമ്മനി ചാമ്പ്യൻസ് ആകും. ഇക്വഡോർ 2ാം സ്ഥാനത്ത് വരുന്നതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ.
മികച്ച 3-ാം സ്ഥാനക്കാരായി ചിലപ്പോൾ ലിസ്റ്റിൽ ഐവറി കോസ്റ്റ് വന്നേക്കാന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, മൂന്നാം സ്ഥാനം കുറസാവ് വരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. അവർക്കൊരു ഡ്രോ കിട്ടിയാൽ തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. എനിക്ക് കുറസാവ് എന്നുള്ള ടീമിനോടുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെയൊക്കെ ഫുട്ബോൾ അധികാരികളെ എങ്ങനെയെങ്കിലും കണ്ണു തുറക്കാൻ ഇതൊന്ന് കാരണമാകട്ടെ എന്നാണ്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആളുകൾക്ക് ഫിസിക്കില്ല, 90 മിനിറ്റ് കളിക്കാൻ കഴിയില്ല. ഇപ്പം ഇന്നലെ നമ്മൾ തേഴ്സിൻ്റെ കാര്യം ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളെ, അത് മനഃപൂർവ്വം നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് മേൽ അവരുടെ കഴിവുകേട് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു തേഴ്സിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഒരു മലയാളി ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ആൾക്കും കൃത്യമായ പരിശീലനവും കൃത്യമായ ഘട്ടങ്ങളിലൂടെയും അയാളെ കൃത്യമായി മോൾഡ് ചെയ്തെടുത്താൽ ലോകകപ്പ് വേദിയിലെത്താനും അദ്ദേഹത്തിന് കളിക്കാനും കഴിയുമെന്ന് തെളിവാണ് തഹസീൻ. അപ്പോൾ കുറസാവ് പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഈ സിസ്റ്റം എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ട് കൃത്യമായി ഒരു ലോകകപ്പ് വേദിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കുറസാവ് മാത്രമല്ല, കേപ്പ് വെർഡെ പോലുള്ള ടീമുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മുടെ അധികാരികൾ ഇത്രയും കാലം ഈ 142 കോടി മനുഷ്യന്മാരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടീം മുന്നേറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം ഇന്ത്യൻ ഫുട്ബോളിനെ പറഞ്ഞു പറ്റിച്ചവർക്കുള്ള അടികൂടിയായിരിക്കും എന്നുള്ളത്. അത് ഈ ലോകകപ്പിലെ 4 പേരുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ ശരിയായിരുന്നു. ഒന്ന്, നമ്മുടെ ടോപ്പ് ഡിവിഷൻ, അതായത് ISL ഈ തവണ നടക്കുമെന്ന് പോലും വലിയ സംശയമായിരുന്നു. എന്നിട്ട് തട്ടിക്കൂട്ടി കുറച്ച് വേദികളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ. ഇപ്പോൾ നോർമൽ കേസിൽ നമുക്കറിയാം സെമി ഫൈനൽ, ഫൈനൽ ഉൾപ്പെടെയുള്ളതുകൊണ്ട് തവണ ഗ്രൂപ്പ് ഘട്ടം മാത്രം നോക്കിയിട്ടാണ് ഈസ്റ്റ് ബംഗാളിലെ ചാമ്പ്യൻസ് വിലയിരുത്തുന്നത്. അപ്പോൾ നടക്കുമെന്ന് പോലും ഉറപ്പില്ലാതെ അങ്ങനെ പോയി. മത്സരം തുടങ്ങുന്നതിന് കുറച്ച് മുൻപ് മാത്രമാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് വരുന്നത്. ഏത് ഇന്ത്യയുടെ നമ്പർ 1 ലീഗിലാണ് ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിൽ സ്വന്തമായിട്ട് ലീഗ് നടത്താൻ പോലും പറ്റാത്ത ടീം എവിടെയും കളിക്കേണ്ടതെന്നുള്ള നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പരാതിയുമായി എത്തി. ഇനിയിപ്പോൾ നടക്കുമോ എന്നുള്ളത് പ്രശ്നമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കേട്ടോ, ഇന്ത്യ ഇന്നത്തെ ദിവസം ഒരു സ്ഥാനം കൂടി പുറകോട്ട് പോയിട്ടാണ് ഫിനിഷ് നിൽക്കുന്നത് എന്നുള്ളതാണ് ലോക റാങ്കിങ്ങിൽ, ഫിഫ റാങ്കിങ്ങിൽ. ആ ഒരു രീതിയും കൂടി നമ്മൾ ഇതിലുണ്ട് എന്നുള്ളത്.